അടുത്തതായി വയനാട് അമരക്കുനിയെ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ഭീതിയിലാക്കിയിരുന്ന കടുവ കൂട്ടിലായി. ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് 8 വയസ്സുള്ള പെൺകടുവ കൂട്ടിൽ അകപ്പെട്ടത്. തൂപ്ര ഭാഗത്ത് സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ പെട്ടത്. പുൽപ്പള്ളി അമരക്കുനി മേഖലയിൽ വലിയ ഭീതി പടർത്തിയ കടുവയെ പിടികൂടാൻ കഴിഞ്ഞിരിക്കുന്നു. വനംവകുപ്പിന് തീർച്ചയായും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു നേട്ടം തന്നെയാണുള്ളത്. ചുതലത്ത് റേഞ്ച് ഓഫീസർ ശ്രീ കെ രാജീവ് കുമാർ നമ്മോടൊപ്പമുണ്ട്. സാർ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആളുകൾ ഭീതിയുടെ ഒരു മുൾമുനയിലായിരുന്നു. അത് മാറ്റം വന്നിരിക്കുന്നു. ഇന്നലെ നിങ്ങൾക്ക് ആ കടുവയെ പിടികൂടാൻ കഴിഞ്ഞിരിക്കുന്നു. എന്ത് തോന്നുന്നു? വലിയൊരു ആശ്വാസം, അതുപോലെ ഒരു അഭിമാനവും തോന്നുന്ന നിമിഷമാണ്. ഈ പ്രദേശവാസികളുടെ അകമഴിഞ്ഞ സഹകരണം, അതോടൊപ്പം തന്നെ അവരുടെ സഹായം എടുത്തു പറയേണ്ടതാണ്. ഒപ്പം മാധ്യമ സുഹൃത്തുക്കളുടെ സഹായവും അവരുടെ ഞങ്ങളോടുള്ള സമീപനവും ഈ ഒരു ഉദ്യമത്തിൽ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ബഹുമാനപ്പെട്ട DFOയും അതുപോലെ തന്നെ ഡോക്ടർ അരുൺ സക്രിയ സാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘവും ഈ ഒരു ഉദ്യമത്തിന് വളരെയധികം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അവരുടെ ഒരു എഫേർട്ടാണ് ഈ ഒരു വിജയത്തിലേക്ക് കലാശിക്കാൻ മുഖ്യമായും കാരണമായിട്ടുള്ളത്. രണ്ട് തരത്തിലായിരുന്നു പറഞ്ഞിരുന്നത്. ഒന്ന്, ഈ കൂട്ടിൽ കയറുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. മറുവശത്ത് വെടിവെക്കണമെന്ന മുറവിളി നിരന്തരം ഉയരുന്നുണ്ടായിരുന്നു. വനംവകുപ്പിനൊരു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉദ്യോഗസ്ഥർക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഇത് കൂട്ടിൽ തന്നെ കടുവ കയറുമെന്ന്. ആദ്യമൊക്കെ കൂട്ടിൽ കയറും എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു. പക്ഷെ പിന്നീട് കടുവയുടെ ഒരു സ്വഭാവം കണ്ടപ്പോൾ കൂട്ടിൽ കയറുമോ ഇല്ലയോ എന്നുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ ബഹുമാനപ്പെട്ട ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള ഡോക്ടറുടെ നിർദ്ദേശങ്ങളും DFOയുടെ ഓരോ നിർദ്ദേശങ്ങളുമെല്ലാം അനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് ഈ ഒരു ഉദ്യമം വിജയിക്കാൻ ഇടയാക്കിയത് എന്ന് തന്നെയാണ് പൂർണ്ണമായ വിശ്വാസവും ഉറപ്പും. ഈ അവസാനം നിർമ്മിച്ച കൂടുകളും ഒരു നിർണായക ഘടകമായി മാറി അല്ലെ? ഒരു ആട്ടിൻകൂട്ട് എന്നോട് അതേ രീതിയിൽ തന്നെ നിങ്ങൾ അത് നിർമ്മിച്ചു. അപ്പം ഈ ആടുകൾ അതിനകത്തുണ്ടായിരുന്നു. ഈ കടുവ അങ്ങോട്ട് ആകർഷിച്ച് വരുത്താനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടാക്കി. ഈ നമ്മൾ വെക്കുന്ന കേജുകളിലേക്ക് കടുവ കയറാൻ മടിക്കുന്നോ എന്നൊരു സംശയം ഉണ്ടായപ്പോൾ അക്കാര്യത്തിൽ ഡോക്ടറും DFOയും എല്ലാം നിർദ്ദേശിച്ചു, ഇതൊരു ആട്ടിൻകൂട് പോലെ നമ്മൾ മാറ്റിയാൽ ചിലപ്പോൾ ഈ കടുവയ്ക്ക് അതിലേക്ക് കയറാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന്. അതനുസരിച്ച് ഇന്നലെ കൂടുകളെല്ലാം ആ ഒരു രീതിയിലേക്ക് മാറ്റം വരുത്തുകയായിരുന്നു. എന്തോ ഭാഗ്യവശാൽ ഇന്നലെ രാത്രി കടുവ അത്തരമൊരു കൂട്ടിൽ കയറുകയും ആ ഉദ്യമം വിജയിക്കുകയുമാണ് ഉണ്ടായത്. ഈ 1-2 സ്ഥലങ്ങളിൽ ഈ കടുവ ഇതിന് ചുറ്റിക്കിറങ്ങി പോകുന്നു, അതിൻ്റെ കേബിളിൽ തട്ടി ഡോർ അടഞ്ഞു പോകുന്നു, അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ടായി അല്ലെ? ആളുകളും പറഞ്ഞ് ഈ കടുവ കൂടിനോട് പരിചിതമായിരിക്കുന്നു, അതുകൊണ്ട് കെണി വെച്ചാൽ കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെയുള്ള വിമർശനങ്ങൾ വന്നു ആ ഘട്ടത്തിൽ അല്ലേ? അല്ല, ഈ കേജ് അതുപോലെ ഇരുമ്പ് വേലികളോട് അത്തരമൊരു സംഭവങ്ങളോട് കടുവ അകന്ന് നിൽക്കുന്നതായിട്ട്, അവിടെ തന്നെ ഒരു ആട് ഫാം ഉണ്ട്, അവിടെ കുറേ ആടുകളുണ്ട്. പക്ഷേ ആ ഒരു ആടുള്ള സ്ഥലങ്ങളിലെല്ലാം കടുവ ആക്രമിച്ച് കയറാനുള്ള ഒരു സ്വഭാവം കാണിക്കുന്നില്ല. അത് കണ്ടപ്പോൾ തന്നെ ഇത് നമ്മുടെ കേജുകളോട് ഒരു വൈമുഖ്യം കാണിക്കുന്നതായിട്ട് ബോധ്യപ്പെട്ടിരുന്നു. അതാണ് ഡോക്ടറുടെയും മറ്റു നിർദ്ദേശപ്രകാരം DFOയുടെ സാന്നിധ്യത്തിൽ കൂടുകൾ രൂപമാറ്റം വരുത്താൻ ഉണ്ടാക്കിയ കാരണം. ഈ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ കടുവയുടെ ആക്രമണം, ഈ ആനയുടെ ആക്രമണമൊക്കെ വരാറുണ്ട്. പക്ഷേ ഇവിടെ വന്ന ഈ കടുവ ആടുകളെ മാത്രം പിടിക്കുന്നു. ഇങ്ങനെ ഒരു സ്വഭാവ സവിശേഷതയുള്ള കടുവകൾ നേരത്തെ താങ്കളുടെ പരിചയത്തിലോ പഠിച്ച് ഒക്കെ കേട്ടിട്ടുണ്ടോ? ഈ എന്തായിരിക്കും ഇതിൻ്റെ ഒരു കാരണം? ഇത് ഒരു കാരണം, കുറച്ച് ഒരു ആവശ്യനാണ് കടുവ. അതുകൊണ്ടാണോന്ന് അറിയില്ല, ഏറ്റവും പിടിക്കാൻ എളുപ്പമുള്ള ഒരു ജീവി, അതിൻ്റെ ഇര ആടായതിനാലായിരിക്കാം ചിലപ്പോൾ ഈ കടുവ ആടുകളെ മാത്രം പിടികൂടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. ഇത്തരം 5 ആടുകളെ നഷ്ടപ്പെട്ടെങ്കിൽ പോലും ആ പ്രദേശത്തുള്ള ജനങ്ങൾ വനംവകുപ്പിനോട് സഹകരിച്ചത്, അല്ലെങ്കിൽ അവരുടെ സഹായങ്ങൾ വനംവകുപ്പ് ഏത് സമയവും സ്മരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പിടിക്കുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ആരോഗ്യനില? എന്തൊക്കെയാണ് ഇനി ഇതിനെന്താ ചെയ്യുന്നത്? കടുവ കുറച്ച് അവശനാണ് കാഴ്ചയിൽ. ഇനി ഡോക്ടറുടെ വിശദമായ പരിശോധനയിൽ കടുവയുടെ ആരോഗ്യസ്ഥിതിയെ പറ്റിയുള്ള പൂർണ്ണമായ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. അതിനനുസരിച്ചുള്ള ചികിത്സ നൽകിയിട്ട് ബഹുമാനപ്പെട്ട ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ്റെ നിർദ്ദേശം എന്താണോ അതനുസരിച്ചായിരിക്കും അടുത്ത പ്രവർത്തനം ഉണ്ടാവുക. റേഞ്ച് ഓഫീസർ MK രാജീവ് കുമാർ ആയിരുന്നു. അദ്ദേഹമൊക്കെ ദിവസങ്ങളോളം ഉറക്കളച്ച് ഈ രാപ്പകലില്ലാതെ പകൽ മുഴുവൻ വെയിലും കൊണ്ടും മറ്റും നടക്കുന്നു. രാത്രിയിൽ ഉറക്കളച്ചാണ് ഈ ദൗത്യത്തിന് പിന്നാലെ നിന്ന്. എന്തായാലും ശുഭകരമായ ഒരു പര്യവസാനം ഈ ദൗത്യത്തിൽ ഉണ്ടായിരിക്കുന്നു. നാട്ടുകാർക്ക് സന്തോഷമായിരിക്കുന്നു. കർഷകർക്ക് സ്വസ്ഥമായി ഇനി ആടുകളെ മേയ്ക്കാൻ പോവാം, പാല് കറക്കാൻ പോവാം, പാൽ അളക്കാൻ പോവാം. അങ്ങനെ ജനജീവിതം ഈ മേഖലകളിൽ ഒരു സാധാരണ നിലയിലേക്ക് എത്തിയിരിക്കുന്ന കാഴ്ച തന്നെയാണ് നമുക്കിവിടെ നിന്നും നൽകാൻ കഴിയുന്നത്.